പീരുമേട്ടിൽ കാട്ടിൽ വെച്ച് ആദിവാസി സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. സുതാര്യവും സത്യസന്ധവുമായി അന്വേഷണം നടത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസവും പീരുമേട്ടിൽ നടന്ന സിറ്റിംഗിലാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 13-നാണ് പീരുമേട് പ്ലാക്കത്തടത്ത് വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീയായ 42-കാരി സീത മരണപ്പെട്ടത്. വനത്തിനുള്ളിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത മരിച്ചെന്നായിരുന്നു ഭർത്താവ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ വന്യജീവി ആക്രമണമല്ല മരണകാരണമെന്നും കൊലപാതകമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് വിവാദമായി മാറിയതോടെയാണ് സംഭവത്തിന്റെ നിജസ്ഥിതി അറിയണമെന്ന ആവശ്യവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് കഴിഞ്ഞ 17 പീരുമേട് ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത്. പീരുമേടിൽ നടന്ന സിറ്റിംഗിലാണ് പറയാൻ നൽകിയത്. ഇപ്പോൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറണം എന്ന് ആണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം ഒരു ദുരൂഹത നിറഞ്ഞതാണ്. ആരാണ് കൊന്ന ആളെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം ആന ചവിട്ടിയതാണെങ്കിൽ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം വനവകുപ്പ് നൽകേണ്ടതാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ നൽകിയിട്ടുള്ളത്. സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മരണപ്പെട്ട സീതയ്ക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികളും ആനയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് വ്യക്തമാക്കിയത്. സിറ്റി വിഷൻ, പീരുമേട്.